ഹലോ ഡിയേഴ്സ്, എക്സാമിന് 5 മാർക്കിന് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എങ്ങനെ ഭിന്നസംഖ്യ കണ്ടുപിടിക്കണം? പെയർ ഓഫ് ഇക്വേഷൻസിലെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണിത്. നിങ്ങൾ ആദ്യമായിട്ടാണ് സൈലം ക്ലാസ് 9 എന്ന ഈ ചാനൽ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും എല്ലാം ഇവിടെ സെറ്റ് ആണ്. അതായത് എക്സാം ഉള്ള ദിവസങ്ങളിൽ രാവിലെ 6 മണിക്ക് നിങ്ങൾക്ക് വേണ്ടി സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഉണ്ട്. തലേ ദിവസം രാത്രി 7:30, അതായത് എല്ലാ ദിവസവും 7:30 മെഗാ മാരത്തോൺ ലൈവുകൾ ഉണ്ട്. സോ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. നമുക്ക് ക്വസ്റ്റ്യന്റെ ആൻസറിലേക്ക് പോകാം. യെസ്, നോക്കിക്കോ, എന്താണ് ചോദ്യം പറയുന്നത്? ഒരു ഭിന്നസംഖ്യയുടെ, ശ്രദ്ധിക്കുക, ഒരു ഭിന്നസംഖ്യയുടെ അഥവാ ഫ്രാക്ഷന്റെ ന്യൂമറേറ്ററിനോട് 1 കൂട്ടിയിട്ട് സിംപ്ലിഫൈ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി മക്കളെ? 1/2 കിട്ടി. എന്ത് കിട്ടി? 1/2 കിട്ടി. അതായത് ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ അതിനൊരു ന്യൂമറേറ്റർ ഉണ്ട്, ഒരു ഡിനോമിനേറ്റർ ഉണ്ട്, ശരിയല്ലേ? ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ മുകളിൽ ഒരു നമ്പർ ഉണ്ട്. ആ നമ്പർ ഏതാ? അറിയൂല. താഴെ നമ്പർ അറിയൂല. അപ്പൊ x/y ആണ് ഫ്രാക്ഷൻ. ഏതാണ് ഫ്രാക്ഷൻ? ഫ്രാക്ഷൻ എന്ന് പറയുന്നത് ഏതാണെന്ന് അറിയാത്തതുകൊണ്ട് ലെറ്റ് x/y ബി ദി ഫ്രാക്ഷൻ. ഫ്രാക്ഷൻ x/y ആണ്. അപ്പോ അംശം മുകളിലുള്ളത് x, ന്യൂമറേറ്റർ x, അതുപോലെ ഡിനോമിനേറ്റർ ഏതാ? y. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ? അപ്പോ ഇതിന്റെ ന്യൂമറേറ്ററിനോട് 1 കൂട്ടി, ഡിനോമിനേറ്ററിനോട് എന്തെങ്കിലും കൂട്ടിക്കോ? ഒന്നും കൂട്ടിയിട്ടില്ല. ന്യൂമറേറ്റർ ഏതാ? എക്സ്. എക്സിനോട് 1 കൂട്ടി, ഡിനോമിനേറ്റർ അതേപോലെ എഴുതാം, x + 1/y. അതെന്താണ് മക്കളെ? അത് 1/2 ആണ് എന്നാണ് ചോദ്യം പറയുന്നത്. x + 1/y എന്താണ്? 1/2. സെറ്റ് ആണല്ലോ? സെറ്റ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് വേണ്ടതുപോലെയുള്ള ഒരു ഇക്വേഷൻ നമ്മൾ ഉണ്ടാക്കണം. നോക്കിക്കോ, എന്താ ചെയ്യുന്നത് നോക്കിക്കേ. ഇങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ ഗുണിക്കുക. അതായത് 2 കൊണ്ട് x + 1 ഞാൻ ഗുണിച്ചു. 2 കൊണ്ട് x + 1 ഗുണിച്ചു. അതേപോലെ ഇങ്ങോട്ടും ഇങ്ങോട്ടും y കൊണ്ട് 1 ഗുണിച്ചാൽ y കൊണ്ട് 1 ഗുണിക്കുന്നു. സെറ്റ് ആണല്ലോ? സെറ്റ്. 2 × x + 1, 2 × x ചെയ്താൽ 2x, 2 × 1 ചെയ്താൽ 2. 2x + 2 = y × 1 y. 2x, ശ്രദ്ധിക്കുക, 2x + 2 = y എന്നാണ് നമുക്ക് കിട്ടിയത്. നമ്മുടെ ഇക്വേഷൻ എപ്പോഴും എങ്ങനെയാ? എക്സും വൈയും ഒരു സൈഡില്, നമ്പർ വേറൊരു സൈഡില്. അങ്ങനെയാ നമ്മൾ ഇക്വേഷൻ എഴുതാം. എക്സും വൈയും ഒരു സൈഡില്, നമ്പർ വേറൊരു സൈഡില്. വൈനെ ഈ സൈഡിലേക്ക് കൊണ്ടുവരുന്നു, 2നെ ആ സൈഡിലേക്ക് കൊണ്ടുപോകുന്നു. എന്താ ചെയ്യുന്നത്? വൈനെ എക്സിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. വൈ ഇങ്ങോട്ട് വരുമ്പോൾ -y ആകും. y ഇങ്ങോട്ട് വരുമ്പോ എന്താകും? ചിഹ്നം മാറും, -y ആയി. അതേപോലെ +2 അങ്ങോട്ട് പോകുമ്പോ എന്താകും? -2 ആകും. +2 എന്താകും? -2 ആകും. അതാണ് നമ്മളുടെ ഫസ്റ്റ് ഇക്വേഷൻ. അതാണ് നമ്മളുടെ ഫസ്റ്റ് ഇക്വേഷൻ. സിമ്പിൾ ആയിട്ട് കിട്ടി. സിമ്പിൾ ആയിട്ട് കിട്ടി. ഇനി എന്താ ചോദ്യം പറയുന്നത് നോക്ക്. ഇനി എന്താ ചോദ്യം പറയുന്നത്? നമ്മള് ഡിനോമിനേറ്ററിനോടാണ് 1 ആഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്താ കിട്ടുക? 1/3 ആ കിട്ടുക. എന്താ കിട്ടുക? 1/3 ആണ് കിട്ടുക. സോ നോക്കിക്കോ, സിമ്പിൾ ആയിട്ട് ചെയ്യാം. x ആണ് നമ്മളുടെ ന്യൂമറേറ്റർ അല്ലെ? ന്യൂമറേറ്ററിനോട് എന്ത് ആഡ് ചെയ്തിക്കോ? ഇല്ല, ഡിനോമിനേറ്ററിനോടാണ് 1 ആഡ് ചെയ്തത്. x/y + 1 = 1/3. ഇതാണ് നമ്മളുടെ തുടക്കം. ഓക്കെ, ഇനി ഇങ്ങനെ ഗുണിച്ചാൽ 1 × y + 1 = ഇങ്ങോട്ട് ഗുണിച്ചാൽ 3 × x ആണോ? യെസ്. 3 × x എത്രയാണ്? 3x ആണ്. 1 × y + 1 y + 1 ആണ്. സെറ്റ് ആണോ? സെറ്റ് ആണോ? ഈ y-നെ ഞാൻ അങ്ങ് കൊണ്ടുപോയാലോ? 1 = 3x - y. എക്സിന്റെ അടുത്തേക്ക് ആരെ കൊണ്ടുപോയി? y-നെ കൊണ്ടുപോയി. 3x - y = 1 എന്ന് എനിക്ക് കിട്ടി. ശരിയല്ലടാ? 3x - y = 1 എന്ന് നമുക്ക് കിട്ടി. ഇതാണ് നമ്മളുടെ സെക്കൻഡ് ഇക്വേഷൻ. ഇതാണ് നമ്മളുടെ സെക്കൻഡ് ഇക്വേഷൻ. സിമ്പിൾ ആയിട്ട് കിട്ടിയില്ലേ? സിമ്പിൾ ആയിട്ട് കിട്ടിയില്ലേ? 3x - y = 1 എന്ന് കിട്ടി. ഇനി നിങ്ങൾ നോക്കിക്കോ, എന്താ ചെയ്യുന്നത് നോക്കിക്കോ. 3x-ൽ നിന്ന് y കുറച്ചാൽ 1 കിട്ടും. ശരിയാണ്. പിന്നെയോ 2x എന്നാണ് y കുറയ്ക്കുന്നെങ്കിലോ 2x-ന്ന് y കുറച്ചാൽ -2 കിട്ടും. എന്ത് കിട്ടും? -2 കിട്ടും. ഇനി എന്റെ മക്കള് നോക്ക്, ഇവിടെ y-ന്റെ എണ്ണം സെയിം അല്ലേ? y-ന്റെ എണ്ണം സെയിം അല്ലേ മക്കളെ? ആണ്. y-ന്റെ എണ്ണം സെയിം ആണ്. ചിഹ്നം സെയിം ആണോ? നോക്ക്, മുന്നിലുള്ള ചിഹ്നം നോക്കുക.
മുന്നിലുള്ള ചിഹ്നം മൈനസാ, രണ്ടും സെയിം ആണ്. അപ്പോ ഇതാണ് നമ്മളുടെ സെക്കൻഡ് ഇക്വേഷൻ, ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ഇക്വേഷൻ. സെക്കൻഡ് ഇക്വേഷനിൽ നിന്ന് ഫസ്റ്റ് ഇക്വേഷൻ കുറയ്ക്കുന്നു. സാർ എങ്ങനെ പറഞ്ഞാൽ എന്താ? ഒന്നുമില്ലടാ, 3x നിന്ന് 2x മക്കൾ കുറയ്ക്ക്. 3 മാങ്ങന്ന് 2 മാങ്ങ പോയാൽ 1 മാങ്ങ. 3x നിന്ന് 2x പോയാൽ x ഉണ്ടാകും. മൈനസ് വൈ നിന്ന് മൈനസ് വൈ കുറച്ചാൽ ഒന്നും ഉണ്ടാവില്ല. സെയിം ആയിട്ടുള്ള രണ്ട് സാധനങ്ങൾ തമ്മിൽ കുറച്ചാൽ 0 ആയി പോവും. സോ അത് പോയല്ലോ, പോയി. ബാക്കി 1 മൈനസ് എന്താണ് കുറയ്ക്കുന്നത്? 1 നിന്ന് കുറയ്ക്കുന്നത് -2 ആണ്. എന്താ കുറയ്ക്കുന്നത്? -2 ആണ്. 1 മൈനസ് -2 എത്രയാ? x is equal to 3. 1 മൈനസ് എന്ന് പറയുമ്പോൾ പ്ലസ് ആകും. 1 + 2 3 എന്ന് കിട്ടും. x 3 ആണെന്ന് നമുക്ക് കിട്ടി. x എത്രയാ? 3. സെറ്റ് ആണല്ലോ. x 3 ആണെങ്കിൽ ഇനി നമ്മളുടെ പണി എന്താ? y കണ്ടുപിടിക്കണം. x 3 ആണ്, y കണ്ടുപിടിക്കണം. സോ ചെയ്യാൻ പോവാണേ. 3x മൈനസ് y is equal to 1. x 3 ആണെങ്കിൽ 3x എത്രയാ? x 3 ആണെങ്കിൽ 3x എന്ന് പറഞ്ഞാൽ 3 × 3 മൈനസ് y is equal to 1. അങ്ങനെയാണെങ്കിൽ y മക്കൾക്ക് പറയാൻ പറ്റുമോ? 3 × 3 9. 9 എന്ന് y കുറച്ചാൽ 1 കിട്ടും. 9 എന്ന് ഏത് നമ്പർ കുറച്ചാലാ 1 കിട്ടുക? 9 എന്ന് ഏത് നമ്പർ കുറച്ചാലാ 1 കിട്ടുക? 8. സോ y is equal to 8. y ഏതാണ്? 8 ആണ്. സോ ഫ്രാക്ഷൻ ഏതാ? x ഉം കിട്ടി, y ഉം കിട്ടി. x ഉം കിട്ടി, y ഉം കിട്ടി. അപ്പൊ x ഏതാ? x നമുക്കറിയാം. എന്താണ്? x 3 ആണ്, y 8 ആണ്. അതാണ് നമ്മുടെ ആൻസർ. 3/8. ഏതാണ് ഭിന്നസംഖ്യ? 3/8. സോ സിമ്പിൾ ആയിട്ട് നമ്മൾ പഠിച്ചു, സിമ്പിൾ ആയിട്ട് നമ്മൾ ചെയ്തു. 5 മാർക്ക് നമുക്ക് ഉറപ്പിക്കാം. ഓക്കെ ആണല്ലോ? പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കാറുള്ള ചോദ്യമാണ്. സോ അടിപൊളിയായിട്ട് പഠിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. സോ വീണ്ടും കാണാം. എല്ലാ ഫ്രണ്ട്സിനും ഈ വീഡിയോ ഷെയർ കൊടുക്കാം. പൊളിക്കാം.